സീസണിൽ ബെസ്റ്റ് ആണ് കേട്ടോ ഈ മോയ്സ്ചറൈസിംഗ് ക്രീം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. മഞ്ഞുകാലം വന്നെത്തിയല്ലേ? മഞ്ഞുകാലത്തിനൊപ്പം തന്നെ സ്കിന്നിന് വരൾച്ചയും പിന്നെ കട്ടിയുള്ള ചർമ്മമൊക്കെ കൂടി കൂടി വരും കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ വരൾച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്കിന്നിന് കട്ടി കൂടുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ക്രീം പരിചയപ്പെട്ടാലോ. ഇതാണ് ഹിമാലയ വിന്റർ ഡിഫൻസ് മോയ്സ്ചറൈസിംഗ് ക്രീം. പേര് പോലെ തന്നെ വിന്റർ സീസണിൽ ബെസ്റ്റ് ആണ് കേട്ടോ ഈ മോയ്സ്ചറൈസിംഗ് ക്രീം. ഇനി നമുക്ക് ഈ മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജോജോബ ഓയിൽ ആണ്. ജോജോബ ഓയിൽ എന്ന് പറയുന്നത് ഈ സോറിയാസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതെന്ന് പറയുന്നത് വല്ലാതെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരത്തില്ലേ, ആ ഒരു കണ്ടീഷൻ വരെ ഉള്ളതാ. അപ്പൊ അതുവരെ മാറ്റാൻ, സോറിയാസിസ് പോലുള്ള കണ്ടീഷൻ വരെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ജോജോബ ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മെയിൻ ആയിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വീറ്റ് ഓയിൽ ആണ്. അപ്പൊ പേര് പോലെ തന്നെ നമ്മുടെ ഗോതമ്പ് ഉണ്ടല്ലോ, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള കണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വീറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിനെ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ ഒന്ന് സപ്പിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൽമണ്ട് ഓയിൽ ആണ്. അപ്പൊ ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കട്ടിയോ വരൾച്ചയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ, സ്കിന്നിന് കുറച്ചും കൂടി നിറം നൽകാനും കൂടിയിട്ട് ആൽമണ്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. 50 ml ബോട്ടിലാണിത് നമ്മുടെ ഹിമാലയയുടെ വിന്റർ ഡിഫൻസ് മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറയുന്നത്. വില വരുന്നത് 99 രൂപയാണ്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ പ്രോഡക്റ്റിന്റെ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ ഒരു ടോപ്പും കൂടി ഇതിലുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് നല്ലതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മഞ്ഞുകാലം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈനെസ് വല്ലാതെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രീം നമ്മൾ തപ്പിയെടുത്തത് കേട്ടോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ ഈ ഹിമാലയയുടെ വിന്റർ മോയ്സ്ചറൈസിംഗ് ക്രീമിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഡ്രൈ ആൻഡ് എക്സ്ട്രാ ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓയിലി സെൻസിറ്റീവ് കോമ്പിനേഷൻ സ്കിന്നുകാരൊന്നും ഇത് എടുത്ത് മുഖത്തായിട്ട് ഒന്നും തേച്ച് കളയരുത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുരു വരും കേട്ടോ, പിമ്പിൾസ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പോലും നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ്, നമ്മുടെ ഈ നെക്കിന്റെ അവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാർ, ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ പോലും നമ്മുടെ നെക്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാം കേട്ടോ. കാരണം നല്ല പോലെ തന്നെ ഓയിൽ കണ്ടന്റ് അടങ്ങിയതാണ് നമ്മുടെ ഹിമാലയയുടെ മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിമ്പിൾസ് വന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ കരയരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഹിമാലയയുടെ വിന്റർ ഡിഫൻസ് മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറയുന്നത് സ്കിന്നിനെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ സ്കിന്നിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് റിസൾട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എമൗണ്ട് എടുത്തു വിചാരിച്ചു, എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. കൊള്ളാട്ടോ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഹിമാലയയുടെ ചില പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഡ്രൈ സ്കിന്നുകാർക്ക് ഉള്ളതായതുകൊണ്ട് തന്നെ ഞാൻ മുഖത്തോട്ടൊന്നും പരീക്ഷിക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് തന്നെയാട്ടോ. അപ്പൊ 99 നമുക്കൊരു 50 ml ഒക്കെ ഒരു ബോട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം, ഈ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിക്കോ ഇല്ലയോ ഇതൊന്നുമല്ല കാര്യം. വിന്റർ സീസൺ മഞ്ഞുകാലമാണ്, നമ്മുടെ ചുണ്ട് വരൾച്ച ഉണ്ടാകും, മുഖത്തിന് ഡ്രൈനെസ് ഉണ്ടാകും, പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടാകും. നമ്മൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ആകെ സ്കിന്നെല്ലാം ആകെ ടോട്ടലി ഡാമേജ് ആവാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണ്. അപ്പൊ മാക്സിമം നമ്മുടെ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക കേട്ടോ. മേക്കപ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം വന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് മുഖം കഴുകി ഒപ്പിയതിനു ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചുണ്ടിലാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്ക്രബ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ചുണ്ടിൽ ഒന്ന് ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഹെയർ ഒക്കെ ആണെങ്കിൽ പോലും ഓയിൽ മസാജ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഹിമാലയ വിന്റർ ഡിഫൻസ് മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ് ബൈ, ടേക്ക് കെയർ ഓൾ.